നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ കടുത്ത സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ ടാങ്കറുകൾ കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയ സംഭവത്തെ വമ്പൻ സമ്മാനമെന്നാണ് വിശേഷിപ്പിച്ച് US പ്രസിഡന്റിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഇത് സാധാരണ രാഷ്ട്രീയ പ്രതികരണത്തെക്കാൾ കൂടുതലായ അർത്ഥസൂചനകളെ ഉൾക്കൊള്ളുന്നതാണ്. ലോകത്തിന്റെ ഏറ്റവും സുപ്രധാന എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് ജിയോപൊളിറ്റിക്കൽ ശക്തി പ്രകടനങ്ങളുടെ ഹൃദയ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ചെറിയ അനുമതി പോലും ആഗോള വിപണികളെയും സൈനിക തന്ത്രങ്ങളെയും സ്വാധീനിക്കുന്ന വലിയ നീക്കമായി കണക്കാക്കപ്പെടുന്നു. സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്ന് വമ്പൻ സമ്മാനം ലഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞിരുന്നു. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ തങ്ങൾ ഗൗരവമായി പങ്കെടുക്കുന്നതായി കാണിക്കാൻ ഇറാൻ 10 എണ്ണ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുവദിച്ചത് ഒരു സമ്മാനമായാണെന്നാണ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞത്. ആഴ്ചയുടെ തുടക്കത്തിൽ 8 വലിയ എണ്ണ ടാങ്കറുകൾ ഈ സുപ്രധാന ജലപാതയിലൂടെ കടന്നു പോകാൻ അനുവദിച്ചതായും പിന്നീട് 2 കപ്പലുകൾ കൂടി വന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. വൈറ്റ് ഹൌസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കവേ പരസ്യമായി സംഘർഷം നിലനിൽക്കുമ്പോഴും ഇരുപക്ഷങ്ങൾക്കുമിടയിൽ നിശബ്ദമായ ഇടപെടൽ ഉണ്ടായേക്കാമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ് സമ്മാനമെന്നും ആണവ വിഷയമല്ല ഇത്, മറിച്ച് എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് സമ്മാനമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. വലിയ സാമ്പത്തിക മൂല്യം ഈ സമ്മാനത്തിനുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് എന്താണ് സമ്മാനമെന്ന് എന്നാൽ അന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം അവർ ആശ്ചര്യകരമായ ഒരു കാര്യം ചെയ്തു. ശരിക്കും അതൊരു സമ്മാനമായിരുന്നു. ഇന്നാണ് അത് ലഭിച്ചത്. അമൂല്യവും വിലപിടിപ്പുള്ളതുമായ ഒരു വലിയ സമ്മാനമായിരുന്നു അത്. എന്താണ് അതെന്ന് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വിലപ്പെട്ട സമ്മാനം തന്നെയാണ് എന്നാണ് വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. ശരിയായ ആളുകളുമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നതെന്ന് സമ്മാനം ലഭിച്ചതോടെ വ്യക്തമായെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ 8 എണ്ണ ടാങ്കറുകൾക്കും തുടർന്ന് 2 കപ്പലുകൾക്കും കടന്നു പോകാൻ ഇറാൻ നൽകിയ അനുമതി ഒരു സാധാരണ സൗഹൃദ ചിഹ്നം എന്നതിലുപരി നന്നായി കണക്ക് കൂട്ടിയ ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം. കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള ശേഷി ഇറാന്റെ കൈവശമുണ്ടെന്ന സന്ദേശം വീണ്ടും ശക്തമായി ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം അതിനെ തുറന്നു വയ്ക്കുകയോ അടയ്ക്കുകയോ ചെയ്യാനുള്ള അധികാരം തങ്ങൾക്ക് തന്നെയാണ് എന്ന് ലോകത്തോട് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കമെന്ന് വേണം വിലയിരുത്താൻ. ഇത് യുദ്ധത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രിത സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ക്ലാസിക് തന്ത്രമായി കാണാം. ഇറാന്റെ ഈ തീരുമാനം 2 തലങ്ങളിൽ വിലയിരുത്താം. ഒന്നാമതായി സാമ്പത്തിക തലത്തിൽ ആഗോള എണ്ണ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന ഏതൊരു തടസ്സവും എണ്ണവിലകളിൽ വൻ ചാഞ്ചാട്ടം സൃഷ്ടിക്കും. അതിനാൽ കടലിടുക്ക് തുറന്നു വെക്കുന്നത് വിപണികളിൽ സ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു സൗമ്യ സന്ദേശമായി മാറും. രണ്ടാമതായി സൈനിക രാഷ്ട്രീയ തലത്തിലാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാതെ തന്നെ സമ്മർദ്ദം നിലനിർത്താനുള്ള ഒരു സിഗ്നൽ ഡിപ്ലോമസിയാണിത്. നാം വഴി മാറിയിട്ടില്ല, പക്ഷേ വാതിൽ അടച്ചിട്ടില്ല എന്ന ഇരട്ട സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അതേസമയം ഈ നീക്കത്തെ സമ്മാനം എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രതികരണം ആന്തരിക രാഷ്ട്രീയത്തിനും അന്താരാഷ്ട്ര നയതന്ത്രത്തിനും തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധം തുറന്നു കാട്ടുന്നത് കൂടിയാണ്. ഒരു വശത്ത് സംഘർഷം കുറയ്ക്കാനുള്ള സാധ്യത എന്ന പ്രതീക്ഷ ജനങ്ങളിൽ സൃഷ്ടിക്കാനും അതേസമയം മറുവശത്ത് ചർച്ചകളിൽ മുന്നേറ്റമുണ്ടെന്ന് പ്രദർശിപ്പിക്കാനും ഈ ഭാഷ സഹായിക്കും. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമായിരിക്കാം. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. യുദ്ധതന്ത്രങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ സംഭവ വികാസം എസ്കലേഷൻ നിയന്ത്രണം എന്ന ആശയത്തിന്റെ ഉദാഹരണമാണ്. പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങാതെ ഓരോ നീക്കവും കൃത്യമായി കണക്ക് കൂട്ടി സമ്മർദ്ദം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇരുപക്ഷവും പിന്തുടരുന്നത്. കടലിടുക്കിന്റെ സുരക്ഷ, നാവിക സാന്നിധ്യം, അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഇതിൽ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നു. അതിനാൽ ഈ സംഭവത്തെ ഒറ്റപ്പെട്ട ഒരു സൗഹൃദം മാത്രമായി കാണുന്നത് തെറ്റായിരിക്കാം. ഇതൊരു വലിയ കളിയിലെ ചെറിയ നീക്കമാണ്. അതിനാൽ അതിന്റെ പ്രതിഫലനം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വൻതോതിൽ അനുഭവപ്പെടുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണ്. സംഘർഷവും ചർച്ചകളും ഒരേ സമയം മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഓരോ സമ്മാനത്തിനും പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്.